നിമിത്തവും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അറിയുന്നു, നമ്മെ ഈ സ്വാധീനത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. യേശു നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ്? ഒന്ന്, യേശു നൽകുന്ന സ്വാതന്ത്ര്യം അത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്ന് നാം കാണുന്ന കൊലപാതകങ്ങൾ, ഇന്ന് നാം കാണുന്ന മദ്യപാനം, സാമൂഹിക വിപത്ത്, അതിന്റെ എല്ലാം പിന്നിലെ കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ പാപത്തിൽ വീഴുന്നു എന്നുള്ളതാണ്. ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സ്വയമായൊരു മനുഷ്യൻ കഴിയുന്നില്ല. അവന്റെ കർമ്മങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ അവൻ കടന്നുപോകുന്ന ജീവിത മേഖലകൾ കൊണ്ടോ പാപത്തിന് രക്ഷപ്പെടുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് ലോകത്തിലേക്ക് അവതരിച്ചൊരു ദൈവപുത്രനുണ്ട്. അതാണ് നസ്രയനായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനിടയാകുന്നു. പാപത്തിന്റെ ഉത്ഭവം പിശാചിൽ നിന്നാണ്. ഇന്നും മനുഷ്യരെ പാപത്തിലേക്ക് നയിച്ച് അനേകരുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് യേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. രണ്ടാമത്, യേശു നൽകുന്ന സ്വാതന്ത്ര്യം അത് ശാപത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. നാം പലപ്പോഴായി പറഞ്ഞിട്ടില്ലേ, എന്റെ കുടുംബം ശാപത്തിന്റെ കീഴിലായി, എനിക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല. പ്രിയ സ്നേഹിത, നിന്റെ കുടുംബം ശാപത്തിന്റെ കീഴിലാണെന്ന് നീ വിതുമ്പിക്കറിയുമ്പോഴും നിന്നെ പലവിധമായ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു നൽകുന്ന സ്വാതന്ത്ര്യത്തിന് കഴിയും. മൂന്നാമത്, യേശു നൽകുന്ന സ്വാതന്ത്ര്യം മരണത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും മരണം വഴി ഭൂമി വിട്ട് മാറ്റപ്പെടേണ്ടി വരും. മരണത്തെ ജയിക്കുവാൻ ഒരു സാങ്കേതിക വിദ്യയും ഇന്ന് കണ്ടിട്ടില്ല. വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നത് മരണത്തിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. ഭൂമിയിലെ സാങ്കേതിക വിദ്യകൾ, വൈദ്യപരിജ്ഞാനങ്ങൾ അതെല്ലാം ഒരു മനുഷ്യന്റെ രോഗത്തെ ശമിപ്പിക്കുവാൻ കഴിയുന്നതാണെങ്കിലും മരണത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു മരുന്ന് ഇതുവരെ ലോകം കണ്ടെത്തിയിട്ടില്ല. എന്നാൽ യേശു കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ ജീവൻ ഏതാണ്? ആ ജീവൻ നിത്യജീവനാണ്. ആ നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ നാം എന്താ ചെയ്യേണ്ടത്? കർത്താവായി യേശുവിൽ വിശ്വസിക്കുക. വിശ്വസിച്ച യേശു കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തയ്യാറാകുക. ആ ഒരു അനുഭവത്തിന് മാത്രമേ നമ്മുടെ പാപ സഹിതമായ ജീവിതത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ഭൂമിയിൽ നേടുന്ന സകലതും നിരർത്ഥകമാണ്. ഒരിക്കൽ നമ്മുടെ ലോകത്തെ കീഴടക്കിയിരുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവനും കീഴടക്കി സമുദ്രത്തെ നോക്കിയിട്ട് അലക്സാണ്ടർ പ്രകാരം പറഞ്ഞു, ഹേ സമുദ്രമേ, നീയും കരയായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെയും കീഴടക്കുമായിരുന്നു. അങ്ങനെ വിളിച്ചു